ടൗൺസ്വില്ലിന് തൊട്ട് വടക്കുള്ള ഫോറസ്റ്റ് ബീച്ചിൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ, അതായത് ജൂലൈ 3 മുതൽ ജൂലൈ 5 വരെയുള്ള ദിവസങ്ങളിൽ ഒന്നിന് പിറകെ ഒന്നായി 6 തിളങ്ങുന്ന സിൽവർ ലോഹഗോളങ്ങൾ പോലുള്ള വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു. ഇതുവരെ കണ്ടു പരിചയമില്ലാത്ത ചില അപരിചിതമായ കുത്തിവരകൾ പതിഞ്ഞിട്ടുള്ള 6 ലോഹഗോളങ്ങൾ. വെള്ളിയാഴ്ച ദിവസം 3 ഗോളങ്ങളും ശനിയാഴ്ച 1 ഗോളവും ഞായറാഴ്ച 2 ഗോളങ്ങളുമാണ് തീരത്ത് അടഞ്ഞത്. അതിന് യാതൊരുവിധ കേടുപാടുകളും ഉണ്ടായതായി പറയുന്നില്ല. അതായത് ഒരു ചതവോ കരിഞ്ഞതായിട്ടോ യാതൊന്നും ആ ഗോളങ്ങളിൽ ഉണ്ടായിരുന്നില്ല. സംഭവം കുറച്ച് സീരിയസ് ആണ് എന്ന് മനസ്സിലായ ഓസ്ട്രേലിയൻ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ബീച്ച് അടച്ചു പൂട്ടുകയായിരുന്നു. 50 മീറ്ററോളം എക്സ്ക്ലൂഷൻ സോൺ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തിന്? അതിൽ നിന്നും ആളുകൾക്ക് അപകടമുണ്ടാകുന്ന എന്തോ ഒന്ന് പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. അത് റോക്കറ്റിൻ്റെയോ സാറ്റലൈറ്റിൻ്റെയോ ഡെബ്രിസ് അല്ലെങ്കിൽ അവശിഷ്ടങ്ങളാകാമെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ആളുകൾ സംശയിക്കുന്നത് മറ്റ് ചിലതാണ്. അതിനെ ഉറപ്പിക്കും വിധം ചിലത് സംഭവിക്കുകയും ചെയ്തു. ഹൈഡ്രജൻ സുരക്ഷാ കവചങ്ങൾ അണിഞ്ഞിട്ടുള്ള ചില ശാസ്ത്രജ്ഞന്മാർ വന്ന് അതിൽ 5 എണ്ണം അതീവ രഹസ്യമായി വലിയ ഡ്രമ്മുകളിലാക്കി കൊണ്ടുപോവുകയും ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ മേഖലയിലേക്ക് വരാം. ഓസ്ട്രേലിയൻ സ്പേസ് ഏജൻസി പറയുന്ന അനുസരിച്ച് ഇത് ഏതോ ഒരു റോക്കറ്റിൻ്റെ അവശിഷ്ടങ്ങളായിരിക്കാം എന്നാണ്. എന്നാൽ ബഹിരാകാശ വിദഗ്ധരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം, അങ്ങനെയെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഇത് കടന്നു വരുമ്പോൾ കത്തിപ്പിടിക്കേണ്ടതാണ്. അതിൻ്റെ എന്തെങ്കിലും ഒരു പാട്, കരിഞ്ഞതിൻ്റെയോ ചൂടേറ്റതിൻ്റെയോ എന്തെങ്കിലും ഒരു പാട് ഇതിൽ ഉണ്ടാവേണ്ടതുമാണ്. പക്ഷേ അങ്ങനൊന്നും ആ ഗോളങ്ങളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് കോൺസ്പിറസി ജനിക്കുന്നത്. ഇത് ആകാശത്തു നിന്നും വീണതല്ല എങ്കിൽ പസഫിക് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ആരോ പൊക്കിവിട്ടതായിരിക്കുമോ? അതോ ചൈനയുടെ ലോങ് മാർച്ച് റോക്കറ്റ് മിഷൻ്റെയോ അല്ലെങ്കിൽ ഹിഡൻ സബ്മറൈൻ മിഷൻ്റെയോ ഭാഗമായിരിക്കുമോ ഈ വസ്തുക്കൾ? ഇതൊന്നുമല്ല എങ്കിൽ ഏതെങ്കിലും സീക്രട്ട് മിലിറ്ററി വെപ്പണാണോ? അല്ലെങ്കിൽ മറ്റേതോ ലോകത്തിൽ നിന്നും ആരോ നമുക്കായി നൽകിയ 6 സൂചനകളായിരിക്കുമോ? അതിനുള്ളിൽ എന്ത് എന്നത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് കണ്ടെത്തുകയും ചെയ്യും. പക്ഷേ നമ്മൾ പറയാൻ പോകുന്നത് തന്നെയായിരിക്കുമോ അതിനുള്ളിൽ? കയറിപ്പോരൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. 1963 ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡ് തീരങ്ങളിൽ ഏതാണ്ട് ഇതുപോലെ ചില വസ്തുക്കൾ അടഞ്ഞിരുന്നതായി ചരിത്രം പറയുന്നുണ്ട്. അന്ന് ഡിജിറ്റൽ ക്യാമറകളോ ഇൻ്റർനെറ്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോയിരുന്ന മത്സ്യത്തൊഴിലാളികളാണ് മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ഈ ഗോളങ്ങൾ കണ്ടെത്തിയത്. തിളങ്ങുന്ന ഗോളങ്ങൾ. അത് മനുഷ്യനിർമ്മിതമായ മെറ്റൽ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ഗോളങ്ങളല്ല എന്നും കട്ടിയുള്ള പെർഫെക്റ്റ് സ്ഫിയറുകളാണ് എന്നും അവർ പറയുന്നു. അന്ന് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഈ വാർത്ത പുറത്തു വിടാതിരിക്കാൻ പരമാവധി ശ്രമിച്ചതായി പറയുന്നുണ്ട്. എന്നാൽ 1963 മുതൽ 1969 വരെയുള്ള വർഷങ്ങളിൽ തുടർച്ചയായി ഇത്തരം ഗോളങ്ങൾ ഓസ്ട്രേലിയൻ തീരങ്ങളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരുന്നു എന്നും പറയുന്നു. അത് വെറുമൊരു യാദൃശ്ചികത മാത്രമായിരുന്നില്ല. ആ വർഷങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ബഹിരാകാശ യുദ്ധം അതിൻ്റെ ഏറ്റവും അപകടകരമായ ഘട്ടത്തിലായിരുന്നു. ഈ ഗോളങ്ങൾ അന്യഗ്രഹ ജീവികളുടേതാണ് എന്ന് അന്നും ചർച്ച ചെയ്യപ്പെട്ടിരുന്നുവെങ്കിലും സോവിയറ്റ് യൂണിയൻ്റെ രഹസ്യ കോസ്മോസ് മിഷനിൽ ബഹിരാകാശത്തേക്ക് രഹസ്യമായി അയച്ച സ്പൈ സാറ്റലൈറ്റുകൾ തകർന്നു വീണതാണോ ഇത് എന്ന് ചർച്ചയും അതോടൊപ്പം ഉണ്ടായിരുന്നു. അമേരിക്കയുടെ സീക്രട്ട് ന്യൂക്ലിയർ വെപ്പൺ പ്രോജക്റ്റിന്റെ ഭാഗമായി സമുദ്രത്തിനടിയിൽ വെച്ച് ആറ്റോമിക് പരീക്ഷണങ്ങൾ നടത്താൻ അമേരിക്ക വികസിപ്പിച്ചെടുത്ത ക്യാപ്സ്യൂളുകളായിരുന്നു ഈ ഗോളങ്ങൾ എന്നും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അത് ഏതോ ബഹിരാകാശ അവശിഷ്ടങ്ങളാണ് എന്ന് പറഞ്ഞ് ഈ കേസ് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അതിനും ഇന്നത്തെ പോലെ തന്നെ പല ഇൻവെസ്റ്റിഗേറ്റേഴ്സും ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകേണ്ട റീ എൻട്രി ബേൺസ്, കത്തിക്കരിഞ്ഞ പാടുകൾ എന്തുകൊണ്ട് ഇതിൽ കാണുന്നില്ല എന്ന്. അതിനർത്ഥം ഇത് ആകാശത്തു നിന്നും വന്നതല്ല എന്നും ഇത് സമുദ്രത്തിനടിയിലുള്ള ഏതോ സീക്രട്ട് ബേസിൽ നിന്നും പുറത്തു വന്നതായിക്കൂടെ എന്നും.
2011 ജൂൺ മാസം ഓഷ്യൻ എക്സ് എന്ന പേരിൽ അറിയപ്പെട്ട സ്വീഡിഷ് ട്രഷർ ഹണ്ടർ സംഘം സമുദ്രത്തിനടിയിലേക്ക് മുങ്ങിപ്പോയ ചില കപ്പലുകളുടെ അവശിഷ്ടം അന്വേഷിച്ചുള്ള യാത്രയിലായിരുന്നു അവർ. അവരുടെ സോണാർ സ്കാനർ ഒരു പ്രത്യേക വസ്തുവിനെ ഡിറ്റക്ട് ചെയ്തു. ഏതാണ്ട് 200 അടി വലുപ്പമുള്ള ഒരു ഭീമാകാരമായ വസ്തു സമുദ്രത്തിനടിയിൽ കിടക്കുന്നു. ശാസ്ത്രജ്ഞരെ ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തലായിരുന്നു അത്. എല്ലാവരും കരുതിയതുപോലെ അതൊരു നാച്ചുറൽ സ്റ്റോൺ ആയിരുന്നില്ല. കൃത്യമായ നിർമ്മിതി, പടവുകൾ പോലുള്ള ഘടനകൾ, നീളമുള്ള റൺവേ പോലുള്ള ഒരു പാത. ഏറ്റവും വിചിത്രമായൊരു കാര്യം, സ്റ്റാർ വാർസ് സിനിമയിലെ മില്ലേനിയം ഫാൽക്കൺ എന്ന വിഖ്യാത ബഹിരാകാശ വാഹനത്തിന്റെ കൃത്യമായ രൂപമായിരുന്നു അതിന്. ഈ വസ്തുവിന് തൊട്ടടുത്തെത്തിയ ഡൈവർമാരുടെ സാറ്റലൈറ്റ് ഫോണുകളും ക്യാമറകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പെട്ടെന്ന് തന്നെ ഡെഡായി. അവിടെ നിന്നും ഏതാണ്ട് 200 മീറ്റർ മാറുമ്പോൾ ഈ ഡിവൈസുകൾ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതിനടുത്ത് ചെല്ലുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് സിഗ്നലുകൾ ജാം ആവുന്നത്? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കടലിൽ തകർന്നു വീണ ഒരു അന്യഗ്രഹ പേടകമാണിത് എന്നും അതിപ്പോഴും അവിടെ കിടന്ന് വിചിത്രമായ റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ നാസിപ്പട ശത്രുക്കളുടെ സബ്മറൈൻ സിഗ്നലുകൾ തകർക്കാൻ കടലിനടിയിൽ രഹസ്യമായി നിർമ്മിച്ച ഒരു ആന്റി സോണാർ മെറ്റൽ സ്ട്രക്ചറാണിത് എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ശാസ്ത്രജ്ഞർ ഈ തിയറികളെയെല്ലാം തള്ളിക്കളയുകയാണ് ചെയ്തിരുന്നത്. ഓഷ്യൻ എക്സ് ടീം ഇതിൻ്റെ സാമ്പിളുകൾ ലാബിലേക്ക് കൊണ്ടുപോയിരുന്നു. അതിൻ്റെ നിരീക്ഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത് അത് വെറുമൊരു പാറക്കല്ല് മാത്രമാണ് എന്നാണ്. അതായത് ഐസേജ് കാലത്ത് പ്രകൃതി തന്നെ സൃഷ്ടിച്ച ഒരു പാറക്കല്ല്. അതിൽ മഞ്ഞുപാടുകൾ ഉരതി നീങ്ങിയതിൻ്റെ പാടുകളാണ് നമ്മൾ ഈ കാണുന്ന ഘടനകൾ. എന്നാൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അത് ഇതിന് തൊട്ടടുത്തെത്തുമ്പോൾ പ്രവർത്തിക്കാത്തതിൻ്റെ കാരണം എന്താണ്? അത് വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ് എന്നും അങ്ങനെ പ്രവർത്തിക്കാത്തതിൻ്റെ കൃത്യമായ തെളിവുകളൊന്നും നമുക്ക് ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല എന്നും ശാസ്ത്രം പറയുന്നു. 1968 സെപ്റ്റംബർ മാസം ബഹാമാസ് ദ്വീപുകൾക്ക് മുകളിലൂടെ ആകാശത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു തോമസ് മാൻസൺ വാലന്റൈൻ. അദ്ദേഹം സമുദ്രത്തിനടിയിൽ ഒരു കാഴ്ച കണ്ടു. അതായത് ഭീമാകാരമായ ചില ചതുരാകൃതിയിലുള്ള കല്ലുകൾ നിരത്തിവെച്ച് മൈലുകളോളം നീണ്ടു കിടക്കുന്ന ഒരു നിഗൂഢ പാത. മനുഷ്യൻ റോഡ് പണിയാൻ വലിയ കരിങ്കല്ലുകൾ വെട്ടി നിരത്തിയതുപോലെയായിരുന്നു അത്. പ്രകൃതിക്ക് ഒരിക്കലും ഇത്രയും കൃത്യമായി ജിയോമെട്രിക്കലി കല്ലുകൾ നിരത്താൻ കഴിയില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും തോന്നിപ്പോകും. കടലിനടിയിലെ ഈ വിചിത്രമായ പാത എങ്ങോട്ടാണ് നീളുന്നത്? ഈ ബിമിനി റോഡിന്റെ ഏറ്റവും വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് എഡ്ഗാർ കെയ്സ് എന്ന വിഖ്യാത അമേരിക്കൻ പ്രവാചകന്റെ വാക്കുകളിലാണ്. അദ്ദേഹം 1938 അതായത് ഈ റോഡ് കണ്ടെത്തുന്നതിനും ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവചനം നടത്തിയിരുന്നു. കടലിൽ മുങ്ങിപ്പോയ ആദിമ സംസ്കാരമായ അറ്റ്ലാന്റിസ് നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ 1968 ബിമിനി തീരത്ത് കണ്ടെത്തപ്പെടും എന്ന്. പ്രവചനം കൃത്യമായി തന്നെ ഫലിച്ചു. അതുകൊണ്ട് തന്നെ കോൺസ്പിറസി തിയറിസ്റ്റുകൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇത് വെറുമൊരു റോഡല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലുണ്ടായിരുന്ന, ഇന്നത്തേതിനേക്കാൾ സാങ്കേതിക വിദ്യയിൽ മുന്നിലായിരുന്ന, പെട്ടെന്നൊരു ദിവസം കടലിനടിയിലേക്ക് അപ്രത്യക്ഷമായി പോയ മൺമറഞ്ഞ അറ്റ്ലാന്റിസ് സാമ്രാജ്യത്തിന്റെ രാജവീതിയാണിത് എന്ന്. ഈ അറ്റ്ലാന്റിസ് കഥയെയും ശാസ്ത്രജ്ഞർ തള്ളിക്കളയുകയാണ്. ഇതിൻ്റെ സാമ്പിളുകൾ അവർ ലാബിൽ കൊണ്ടുപോയി പരീക്ഷിച്ചിരുന്നു. അതിൽ നിന്നും കണ്ടെത്തിയത് ഇത് വെറും ചുണ്ണാമ്പ് കല്ലുകൾ മാത്രമാണ് എന്നാണ്. കടൽ തീരത്തെ മണലും കാൽഷ്യം കാർബണേറ്റും വർഷങ്ങൾ കൊണ്ട് കൂടിച്ചേർന്ന് പാറയായി മാറുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നും ശക്തമായ ഒഴുക്കും തിരകളും അതിൽ വിള്ളലുകൾ വീഴ്ത്തിയിട്ടുമുണ്ട്. അതിനെ കാണുമ്പോൾ ഉളി കൊണ്ട് മനുഷ്യൻ ചെത്തി മിനുക്കിയതുപോലെ തോന്നുന്നതാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. 1986 ജപ്പാനിലെ യോനാഗുനി ദ്വീപിന് താഴെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടെത്തിയിരുന്നു. അതായത് സ്രാവുകളെ നിരീക്ഷിക്കാൻ വേണ്ടി കടലിലേക്ക് ഇറങ്ങിയ ഒരു ലോക്കൽ ഡൈവറാണ് ആ ഒരു കാഴ്ച കണ്ടത്. ഭീമാകാരമായ കല്ലുകൾ കൊണ്ട് സൃഷ്ടിച്ച ഒരു പടുകൂറ്റൻ കൊട്ടാരം. പെർഫെക്റ്റ് 90 ഡിഗ്രി കോണുകളുള്ള മൂർച്ചയേറിയ അരികുകൾ, മുകളിലേക്ക് കയറിപ്പോകുന്ന വലിയ പടവുകൾ, കൃത്യമായ ചതുരാകൃതിയിലുള്ള തൂണുകൾ, ഒരു വലിയ സ്റ്റേഡിയം പോലെയുള്ള ഘടന. ഈജിപ്തിലെ പിരമിഡുകളെ വെല്ലുന്ന രീതിയിൽ കടലിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഭീമൻ ഘടന മനുഷ്യൻ ഉണ്ടാക്കിയതാണോ അതോ പ്രകൃതിയുടെ ലീലാവിലാസമോ? ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലെ മറൈൻ ജിയോളജിസ്റ്റായ പ്രൊഫസർ മസാക്കി ഹിമുറ ഈ കേസ് വർഷങ്ങളോളം പഠിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ലോകത്തെ ഞെട്ടിച്ചു.
ഇത് മനുഷ്യൻ നിർമ്മിച്ച ഒരു പുരാതന നഗരമാണ്. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് അവസാനത്തെ ഹിമയുഗത്തിൽ സമുദ്രനിരപ്പ് വളരെ താണിരുന്ന സമയത്ത് മനുഷ്യൻ കൊത്തിയുണ്ടാക്കിയ നഗരം. പിന്നീട് മഞ്ഞുരുകി കടൽ ഉയർന്നപ്പോൾ ഇത് വെള്ളത്തിനടിയിലായിപ്പോയി. കോൺസ്പിറസി തിയറിസ്റ്റുകൾ ഇതിനെ ലെമൂറിയ എന്ന നഷ്ടഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ടാണ് വിശദീകരിക്കുന്നത്. എന്നാൽ പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർ ഈ ഒരു തിയറിയെ, ഈ ഏഷ്യൻ പിരമിഡ് തിയറിയെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അവർക്ക് ശാസ്ത്രീയമായ ചില വിശദീകരണങ്ങളും ഇതിനുണ്ട്. അവർ പറയുന്നു ഇത് വെറും മണൽ കല്ലുകളാണ് എന്ന്. ഈ പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന ശക്തമായ ഭൂമികുലുക്കവും കടലിനടിയിലുള്ള ശക്തമായ ഒഴുക്കും പാറകളെ ലെയറുകളായി പിളർത്താനുള്ള സാധ്യതയേറെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിക്കുന്ന ഫ്രാക്ചറിങ് എന്ന് പറയുന്ന പ്രതിഭാസമാണ് ഈ 90 ഡിഗ്രി കോണുകളിൽ കല്ലുകൾ മുറിയാനുള്ള സാധ്യത കൂട്ടുന്നത്. അല്ലാതെ മനുഷ്യർ ഉളി കൊണ്ട് ചെത്തിയതല്ല എന്നും അത് പ്രകൃതി തന്നെ സൃഷ്ടിച്ച ഒരു കരവിരുതാണ് എന്നും ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നു. ഈ പറഞ്ഞതെല്ലാം കാലങ്ങൾക്ക് മുമ്പേ മുതൽ നമ്മെ സമുദ്രത്തിനടിയിൽ നിന്നും തേടി വന്ന ചില അത്ഭുതങ്ങൾക്കുണ്ടായ അപ്ഡേറ്റുകളാണ്. എന്നാൽ ഉത്തരമില്ലാത്ത ചില ഗോളങ്ങൾ അന്നും ഉണ്ടായിരുന്നു, ഇന്നും നമുക്കിടയിലുണ്ട്. നമുക്ക് ആ ഗോളങ്ങൾക്കിടയിലേക്ക് ഒന്ന് പോയി നോക്കാം. 63-ൽ സംഭവിച്ച ക്വീൻസ്ലാൻഡ് തീരത്തേക്ക് വന്ന ഗോളങ്ങളെ ശാസ്ത്രം സ്വീകരിച്ചത് ഒരു തണുപ്പൻ മട്ടിലായിരുന്നു. അന്ന് കണ്ടെത്തിയ ഗോളങ്ങൾ 1960കളിൽ സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച വെനറ കോസ്മോസ് സാറ്റലൈറ്റുകളിൽ ഉപയോഗിച്ചിരുന്ന ടൈറ്റാനിയം പ്രഷർ ഗോളങ്ങളായിരുന്നു അവ. ബഹിരാകാശ വാഹനങ്ങളിൽ ലിക്വിഡ് നൈട്രജനോ ഇന്ധനമോ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ചേംബറുകൾ. ടൈറ്റാനിയം ലോഹത്തിന് കടുത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളത് കൊണ്ടാണ് അന്തരീക്ഷത്തിൽ ഇവ കരിഞ്ഞു പോവാതിരുന്നത്. ഇത്തരം പ്രഷർ ഗോളങ്ങൾ 4 മുതൽ 8 വരെ ഒന്നിച്ചൊരു ക്ലസ്റ്റർ ആയിട്ടാണ് ഘടിപ്പിക്കാറുള്ളത്. ബഹിരാകാശത്ത് വെച്ച് റോക്കറ്റ് വേർപെടുമ്പോൾ ഇവ ഒന്നിച്ച് പസഫിക് സമുദ്രത്തിലേക്ക് പതിക്കുന്നു. കടലിലെ ശക്തമായ അണ്ടർ കറണ്ടുകളും ഒഴുക്കും കാരണം ഇവ ഒന്നിച്ച് ഒഴുകിയൊടുവിൽ ക്വീൻസ്ലാൻഡ് ഫോറസ്റ്റ് ബീച്ചിൽ വന്നെത്തി. ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഒടുവിൽ പസഫിക് സമുദ്രത്തിൽ പതിച്ച ഇവ കടലൊഴുക്കിൽപ്പെട്ടാണ് 1963-ൽ ക്വീൻസ്ലാൻഡ് തീരത്തേക്ക് വന്നടിഞ്ഞത്. 1963-ൽ ക്ലോസ് ചെയ്ത ആ കേസിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയാലേ ഇപ്പോൾ 63 വർഷങ്ങൾക്കിപ്പുറം 2026-ൽ അതേ സ്ഥലത്ത് വീണ്ടും പ്രത്യക്ഷപ്പെട്ട 6 ഗോളങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് അന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് ചിലപ്പോൾ റോക്കറ്റുകളുടെയോ അല്ലെങ്കിൽ സാറ്റലൈറ്റുകളുടെയോ അവശിഷ്ടങ്ങളായിരിക്കാം. പക്ഷേ അതിനെ ഡ്രമ്മുകളിലാക്കി ജനങ്ങളിൽ നിന്നും മറച്ചു വെച്ച് സുരക്ഷിതമായി കൊണ്ടുപോകാനുള്ള കാരണം എന്താണ് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ. റിയാലിറ്റി എന്തെന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഗോളങ്ങൾ ഇന്ധന ടാങ്കുകളാണ്. അതിനുള്ളിൽ ഹൈഡ്രസീൻ എന്ന് പറയുന്ന കെമിക്കൽ ഫ്യൂവലിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് മനുഷ്യൻ്റെ ചർമ്മത്തിലോ അല്ലെങ്കിൽ ശ്വസിക്കുകയോ ചെയ്താൽ അതിമാരകമായ അസുഖങ്ങൾ വരാനുള്ള കാരണവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതും സുരക്ഷിതമായി മാറ്റുന്നതും സുരക്ഷാ സ്യൂട്ട് അണിഞ്ഞ് ശാസ്ത്രജ്ഞന്മാർ അത് കൊണ്ടുപോയതും. ചുരുക്കി പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പറയുന്നത് പോലെ ഈ വസ്തുക്കൾ നിഗൂഢ വസ്തുക്കളൊന്നും തന്നെയല്ല. ഇത് അന്യഗ്രഹ പേടകങ്ങളോ സമുദ്രത്തിനടിയിൽ കാലഹരണപ്പെട്ടു പോയ ഏതോ സംസ്കാരത്തിൽ നിന്നും നമുക്കായി പറഞ്ഞുവിട്ട 6 നിഗൂഢ വസ്തുക്കളോ ഒന്നുമല്ല. വെറും ഇന്ധന ടാങ്കുകൾ മാത്രമാണ്. ഈ കോൺസ്പിറസി തിയറിസ്റ്റുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയല്ലോ. അത് വിശ്വസിക്കുന്നവൻ്റെ ബുദ്ധിമുട്ട് ആരായുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.